ശ്രീ ജെ ആർ പത്മകുമാർ നേരത്തെ ആർ എസ് ശിവകുമാറൊക്കെ പറഞ്ഞ പോലെ സർവകലാശാലകൾ രാഷ്ട്രീയ നിയമനങ്ങൾക്കും രാഷ്ട്രീയ നയങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെയും ഒക്കെ കേന്ദ്രങ്ങളായി മാറിയിട്ട് കേരളത്തിൽ കാലം കുറയുക. അതിനൊരു അല്പം ഒരു പ്രതിരോധിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ അത്തരം താല്പര്യങ്ങൾക്ക് നിന്നുകൊടുക്കാത്തൊരു വി സി എന്നത് മോഹനൻ കുന്നുമേൽ മാത്രമായി അവശേഷിക്കുകയാണ്. അവിടെയാണിപ്പോൾ വഴിവിട്ട നിയമനത്തിന് ഒരു വലിയ സമ്മർദ്ദം അദ്ദേഹത്തിന് മുകളിലേക്ക് എത്തുന്നത്. CPM അനുകൂല സംഘടനയുടെ നേതാവിനെ എസ് നസീബിനെ പ്രത്യേക പ്രമോഷൻ നൽകി പ്രൊഫസറാക്കാനുള്ളൊരു നീക്കം നടക്കുന്നത്. അല്ല, ഇത് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വ്യാപകമായ രീതിയിൽ സ്വന്തക്കാരെയും ഇഷ്ടക്കാരെയും പാർട്ടി നേതാക്കന്മാരെയും വേണ്ടപ്പെട്ടവരെയൊക്കെ പല പല സ്ഥാനങ്ങളിലും നിയമവിരുദ്ധമായി പ്രതിഷ്ഠിക്കുന്ന ഒരു രീതി തുടർന്നു വരികയാണ്. അതിൽ നിന്ന് ഒരു വ്യതിചലനം പ്രത്യേകിച്ചും സർവകലാശാലകളും അതുപോലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളിലുമാണ് ഇത് പൂർണ്ണമായും ഇവരുടെ ഒരു കേന്ദ്രങ്ങളാക്കി മാറ്റിയിരുന്നത്. അതൊക്കെ ഇപ്പോൾ പുതിയ ഗവർണർ വന്നതിന് ശേഷമാണ് അതിലൊരു തടസ്സം വന്നിട്ടുള്ളത്. നിയമപരമായിട്ട് സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു അധികാരമുള്ള ഒരു കേന്ദ്രം എന്നുള്ള നിലയിൽ അത് നിയമപരമായിട്ട് നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. അതിനെതിരായിട്ടാണ് ഗവർണർക്കെതിരെ ഓരോ പ്രക്ഷോഭങ്ങളും നടത്താൻ LDF തയ്യാറായിട്ടുള്ളത്. പക്ഷെ ഇപ്പോ നമുക്ക് ജനം TV പുറത്തുകൊണ്ടിരുന്ന സംഭവം പ്രൊഫസറായിട്ട് നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു UGCയോ അല്ലെങ്കിൽ മറ്റ് അക്കാഡമിക് തരത്തിലുള്ള ഒരു യോഗ്യതയും ഇല്ലാത്ത ആളുകളെ സ്ഥാനക്കയറ്റം നൽകി ഇഷ്ടക്കാരെ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ശ്രമം നടക്കുകയാണ്. എത്രയോ വർഷക്കാലമായിട്ട് സാധാരണ പ്രൊഫസർ കേഡർ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് നിലവിലുണ്ട്. അതിൽ നിന്നൊന്നും നിയമനം നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നിരവധി ആളുകൾ ഇപ്പോഴും അവരുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷവും ഈ നിയമനം കാത്തു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ സ്വന്തക്കാരനെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. ഇത് നിയമവിരുദ്ധമാണ്, സർവകലാശാല നിയമങ്ങൾക്ക് എതിരാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടി ഈ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇത് ചർച്ചയാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ ഈ സമയം സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തായാലും അത് എതിർക്കപ്പെടും എന്നുള്ളതിന് സംശയമില്ല. തീർച്ചയായിട്ടും ഇതുകൊണ്ട് അവസരങ്ങൾ നിഷേധിക്കുന്ന ആളുകൾ മുന്നോട്ട് വരും. നിയമപരമായി അതിനെ നേരിടാൻ തയ്യാറാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഗവൺമെന്റ് പിന്തിരിയണമെന്നാണ് എൻ്റെ അഭിപ്രായം. യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റെതായ ചട്ടങ്ങളും നിയമങ്ങളും കിഴിവുകളും ഉണ്ട്. അങ്ങനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ളൊരു അവകാശം കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. യെസ്, നന്ദി ശ്രീ ജെ ആർ പത്മകുമാർ.